ഹായ് ഹലോ എല്ലാവർക്കും ലിലീസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ യൂട്യൂബ് ചാനലിൻ്റെ ചരിത്രത്തിൽ നമ്മുടെ ചാനലിൽ ഇതുവരെ പോസ്റ്റ് ചെയ്യാത്ത ഒരു കണ്ടന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, പീരിയഡ്സിനെ പറ്റിയിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റീസെൻ്റ്ലി ടൂറാണ് ഞാനിങ്ങനെ അതിനെ പറ്റിയിട്ട് കൂടുതലും എനിക്ക് അങ്ങനെ പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ മാർക്കറ്റിൽ എന്താ പറയുക, സാനിറ്ററി പാഡ്സ് മാത്രമല്ല, ഇതുപോലെ മെൻസ്ട്രൽ കപ്പ്, പലതരം സംഭവങ്ങളും അവൈലബിൾ ആണ്. ഞാൻ ഇതെല്ലാം യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ടാമ്പോൺസ് ഒഴിക്കാൻ ബാക്കിയെല്ലാം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെൻസ്ട്രൽ കപ്പ് സൂപ്പർ കംഫിയാണ് ആർക്ക് പീരിയഡ് ക്രാംസ് ഇല്ലാത്തവർക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റിമൂവ് ചെയ്യാനും ഇൻസേർട്ട് ചെയ്യാനും കുറച്ച് വേദനയാണ്. അപ്പോൾ ബാക്കി വേദനകളൊക്കെ അതിൻ്റെയും കൂടെ ഈ വേദന സഹിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനിത് യൂസ് ചെയ്യൽ കുറച്ച് നാൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ആ വയറുവേദന ഭയങ്കര കാര്യമായിട്ടുള്ള കാരണം കൊണ്ട് ഞാനത് യൂസ് ചെയ്യാൻ നിൽക്കാറില്ല. ദെൻ അങ്ങനെ പുറത്തേക്കൊക്കെ പോകുന്ന ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പാഡാണ് യൂസ് ചെയ്യാറുള്ളത്. അത് ഈ ഒരു പെർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ പാഡ് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് റാഷസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് മെയിൻലി വർക്കിംഗ് വുമൻസിന്, അതുപോലെ തന്നെ ടീനേജേഴ്സ്, അതുപോലെ തന്നെ സ്കൂളിൽ പോകുന്ന പിള്ളേർക്ക് ഒക്കെ നന്നായിട്ട് യൂസ്ഫുൾ ആവുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇത് വേറെ ഒന്നല്ല, എവർ ഈവിൻ്റെ സാനിറ്ററി പാൻറ്റിയാണ്. ഇത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് ലൈക്ക് പാൻറ്റി പോലെ തന്നെയാണ്. നമുക്കിതിന് സെപ്പറേറ്റ് ഇന്നർവിയർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 360 ഡിഗ്രി പ്രൊട്ടക്ഷനാണ് നമുക്ക് തരുന്നത്. ഇതാണ് നമ്മുടെ സംഭവം വരുന്നത്. ഇത് ഇപ്പം ഞാൻ വാങ്ങിയപ്പോഴത്തേനും എൻ്റെ ഒരു സൈസ് വലുതായി പോയി. എടുത്തു പറയേണ്ട ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 360 ഡിഗ്രി പ്രൊട്ടക്ഷൻ ആയിരിക്കും. നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. യൂസ് ചെയ്യാനല്ല, ട്രാവൽ ചെയ്യുമ്പോഴായാലും എങ്ങനെയായാലും നമുക്ക് എന്താ പറയുക, ഒരു നല്ല ഒരു എന്താ പറയുക, കുഞ്ഞു പിള്ളേർക്ക് പാമ്പേഴ്സൊക്കെ കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ആശ്വാസം ഉണ്ടാവില്ലേ കുറേ നേരത്തേക്ക്. അതേപോലെ തന്നെയാണ് നമുക്ക് ഈ ഒരു സംഭവം. ഇതിൻ്റെ ഒരു മെറ്റീരിയൽ വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫെദറി കോട്ടണി ആയിട്ടുള്ള നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഡിസ്പോസിബിൾ ചെയ്യാൻ ഈസി ആയിട്ടുള്ള മെറ്റീരിയലും കൂടിയാണ്. പിന്നെ ഇതിൻ്റെ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാനിറ്ററി പാഡ്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും 4 ഇരട്ടി ക്യുക്ക് അബ്സോർപ്ഷനാണ്. ഇതിനകത്തുള്ള മൈക്രോ ബീഡ്സ് അല്ലേ, അത് ഭയങ്കരമായിട്ട് ക്യുക്ക് അബ്സോർപ്ഷൻ ചെയ്യും. ഞാനത് ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ ചിലവർ എന്താ പറയുക, ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് നമുക്ക് ഓവർഫ്ലോ വരുന്നത് അല്ലേ. നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഒക്കെ നന്നായിട്ട് ഫ്ലോ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ സ്കൂളിൽ പോകുമ്പോഴായാലും അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്ന സമയത്തായാലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് പാഡ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൊക്കെ ഈ ഒരു സംഭവം നല്ല യൂസ്ഫുൾ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ, ഒരു സാനിറ്ററി പാഡ്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും 4 ഇരട്ടി ക്യുക്ക് അബ്സോർപ്ഷനാണ് തരുന്നത്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആണ്, കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ദെൻ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതേപോലെയാണ് കേട്ടോ വരുന്നത്. ഇവിടെ ഒരു ബ്ലൂ ലൈൻ കൊടുത്തിട്ടുണ്ട്, അതാണ് നമ്മൾ ഫ്രണ്ടിലേക്ക് ഇടുന്നത്. പിന്നെ ഇതിങ്ങനെ സൈഡിലാണ് നമുക്ക്, അതായത് സാധാരണ പാമ്പേഴ്സൊക്കെ യൂസ് ചെയ്ത് പിള്ളേരെ ഇതാക്കില്ല, സൈഡിലാണ് ഇതിൻ്റെ എന്താ പറയുക, എന്തായാലും പറയുക, പൊളിക്കണത് ആ ഭാഗം വരുന്നത്. നിങ്ങൾ സൈസ് ചൂസ് ചെയ്യുമ്പോഴത്തേനും ഈ പറഞ്ഞ പോലെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ സൈസ് കുറച്ച് കണ്ടോ ഇത്ര എക്സ്പാൻഡിങ് ആണ്. അപ്പോൾ ഒരുപാട് ടൈറ്റുള്ളത് എടുക്കരുത്. നമ്മളുടെ ഒരു സൈസിനനുസരിച്ചിട്ട് അത് നോക്കിയിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അടിപൊളിയായിട്ടുള്ളൊരു എന്താ പറയുക, വേർത്തായിട്ട് നമുക്ക് നമ്മളെ നല്ല കംഫർട്ട് ആക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ഇപ്പം ഞാൻ വാങ്ങിയ ഒരു പർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഞങ്ങൾക്ക് വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ആമസോണിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എനിക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കമൻറ്റായിട്ട് പറയാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കൂടെ പെട്ടെന്ന് തന്നെ കാണും. അതായിരിക്കും.